ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ പാഠം പഠിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഓൾറെഡി ഞാൻ +1 മാത്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാരണം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ +1 ട്രിഗണോമെട്രി പഠിച്ചിട്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിക്കാം. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ബോർഡാണ്. ഓൾമോസ്റ്റ് ഞാൻ ഒരു 15 വരെയൊക്കെ ഒരുവിധം പഠിച്ചു തുടങ്ങി. 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും JEE പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ പഠിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. കാരണം കാൽക്കുലേഷൻസ് ഒക്കെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട്. സോ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എഴുതി ഉണ്ടാക്കിയൊരു ബോർഡ് ഞാൻ കാണിച്ചു തന്നതാണ്. ഇത് സ്റ്റിക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനിവിടെ ഷാഹിദ് റംസാൻ സാറിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ എങ്ങാണ്ട് ക്ലാസ്സാണെന്ന് തോന്നുന്നു. ഇത് യൂട്യൂബ് ലൈവാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അഗ്നി ബാച്ചിലുണ്ടെങ്കിലും എനിക്ക് +1 കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. കാരണം ഞാൻ നീറ്റ് ബാച്ചിലാണ്. സോ എനിക്കത് അങ്ങനെ അത്ര അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ യൂട്യൂബ് ലൈവിലാണ് ക്ലാസ് കണ്ടത്. ഞാൻ +1 ഇമ്പ്രൂവ്മെൻറ്റിനുള്ളത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ 3 സബ്ജക്ട്സും ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓൾറെഡി എല്ലാവരും 1 2 പറയുമ്പോൾ ഞാൻ 3 ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ട് പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ പോരാത്തതിന് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്ക് നമ്മുടെ +1 ട്രിഗണോമെട്രിയുടെ കുറച്ച് ബേസിക്സ് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ ശരി എന്നാൽ പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം കുറച്ച് നേരമൊക്കെ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. അതായത് 40 മിനിറ്റ് വരെയൊക്കെ ക്ലാസ് ഞാൻ കണ്ടിന്യൂസ് അങ്ങനെ കൊണ്ടുപോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ബ്രേക്ക് എടുത്തു. അതായത് അപ്പോഴേക്കും ഒരു 3 മണിയല്ല, ഒരു 1:30 ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ കുറേ നേരം ബ്രേക്ക് എടുത്തു. ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി. പിന്നെ വെറുതെ ഇങ്ങനെ നടക്കുക അവധി കിട്ടിയിട്ട് ഫുൾ ടൈം ഇത് പഠിക്കാൻ എൻ്റെ മനസ്സിനങ്ങനെ പറ്റിയില്ല. അപ്പം ഞാൻ അങ്ങനെ ഓരോന്നും ചെയ്യാനൊക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാനൊരു 3 മണിയായപ്പോൾ തിരിച്ചു വന്നു. എൻ്റെ ക്ലാസ് കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും ബ്രേക്ക് എടുത്തു. 4 മണിയായപ്പോൾ ബ്രേക്ക് എടുത്ത് പിന്നെയും കുറച്ച് നേരം ചുറ്റിലൊക്കെ കറങ്ങാൻ പോയി. വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് 5 മണിക്ക് വന്നിട്ട് ഞാൻ ബാക്കി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ചാപ്റ്റർ മൊത്തം കംപ്ലീറ്റ് ചെയ്തത്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയും കൂടി പഠിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇന്നലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ഒരു ½ ആൻ അവർ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയും കൂടി കംപ്ലീറ്റ് ആക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല. എനിക്ക് എന്നെ തന്നെ അങ്ങോട്ട് തീരെ പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. സോ ഞാൻ ഗിവ് അപ്പ് ചെയ്തു. ആ പ്ലാൻ ഞാൻ മാറ്റി. എന്തായാലും ഞാൻ ട്രിഗണോമെട്രി പഠിച്ചു. അതിനകത്തുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഞാൻ പൊടി തട്ടിയെടുത്തു. ഇപ്പോൾ എനിക്ക് ഓക്കെ, ഞാൻ ട്രിഗണോമെട്രി മാസ്റ്റർ ചെയ്ത പോലെ ഉണ്ട്. അപ്പോൾ ഇനി ഇൻവേഴ്സ് ട്രിഗണോമെട്രി എടുക്കുമ്പോൾ എനിക്ക് അത്ര ടഫ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരുന്ന് ഞാൻ ചെയ്ത പ്രോബ്ലംസൊക്കെ പിന്നെയും ഒന്ന് ചെയ്ത് നോക്കി. കാരണം മറന്നു പോയിരുന്നല്ലോ. പിന്നെ ഏതെങ്കിലും ടോപ്പിക്കിൽ എനിക്ക് മറവിയുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇക്വേഷൻസിൽ ഞാൻ സ്ട്രക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചെയ്ത് നോക്കി. അപ്പോൾ വലിയ കുഴപ്പമില്ല, ഞാൻ ട്രിഗണോമെട്രി ഓക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ 2 ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഒരു 1 hour 45 മിനിറ്റ്സിൻ്റെ ക്ലാസ്സും വേറൊരു 1 hourൻ്റെ ക്ലാസ്സും. ഓൾമോസ്റ്റ് ഒരു 3 hours ക്ലാസ് അടുത്തുണ്ടായിരുന്നു. അത് മൊത്തം ഞാൻ കണ്ടായിരുന്നു. 2 പാർട്ടായിട്ട് കണ്ടായിരുന്നു തോന്നുന്നു. ആൻഡ് ഞാനങ്ങനെ നോട്ട് എഴുതി പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. കാരണം ഞാൻ ചില സമയത്ത് എഴുതുമ്പോൾ സ്പീഡ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ക്ലാസ് നിർത്തിയിട്ട് എഴുതേണ്ടി വരും. പക്ഷേ എന്തോ ഇങ്ങനെ നോട്ട് എഴുതി പഠിക്കണം എന്ന് എൻ്റെ അമ്മ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നോട്ടൊക്കെ എഴുതിയാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ വെക്കേഷൻസ് ഡേയ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞോളൂ. ഞാൻ ഇന്നലെ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടുണ്ടായില്ല. കാരണം ഇന്നലെ എനിക്ക് ഒരു ഷോപ്പിങ്ങിന് പോകാനുണ്ടായി. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ അവധി കിട്ടിയ കടയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോയി വന്നാലും ഇന്നലെ പ്രത്യേകിച്ചൊന്നും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ബുക്ക് എന്തിനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഉണ്ടാക്കി വെച്ചൊരു പ്ലാനറാണ് കാണിക്കുന്നത്. അതായത് എല്ലാ ചാപ്റ്റേഴ്സിനും നമുക്ക് ലൈവുകൾ ഒരു 7-8 ലൈവ് പാർട്ട് ഉണ്ടാവുമല്ലോ ആപ്പിലുള്ളവർക്ക്. അപ്പോൾ അത് 10 എണ്ണം വരെ ഞാൻ നമ്പർ ചെയ്തിട്ട് ഓരോ സബ്ജക്റ്റും +1ലും +2ലും നമ്മൾ പഠിക്കാനുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചൊരു പ്ലാനറാണിത്. ഇത് നല്ല യൂസ്ഫുള്ളാണെന്ന് ഞാൻ പറയുന്നു. കാരണം നമ്മൾ എത്ര പ്രോഗ്രസീവ് ആണ്, നമ്മൾ ഓരോ ദിവസവും നമുക്കിതിൽ ഓരോ ടിക്ക് മാർക്ക് വീഴുമ്പോൾ നമ്മൾ ഓക്കെ ഇനി ഞാൻ ഇത്രയും കൂടി കംപ്ലീറ്റ് ആക്കാനുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കംപ്ലീറ്റ് ആക്കി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ മാത്സാണ് ഇതുവരെ ഞാൻ ഒന്നും ചെയ്ത് നോക്കാത്തത്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഓക്കെ ഇന്ന് ഇതിപ്പോൾ ട്രിഗണോമെട്രി കഴിഞ്ഞല്ലോ, അപ്പോൾ +1ലെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നീറ്റിന് ആവശ്യമാണ്. പക്ഷേ മാത്സ് നീറ്റിന് ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഇത് ചെയ്യണം, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.